പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. തമ്പനയില് നമ്മൾ കണ്ടതുപോലെ 3 വചനങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യം, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 3 വചനങ്ങളാണ്. വളരെ പവർഫുള്ളായ 3 വചനങ്ങൾ. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സമാധാനം. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമുക്കെല്ലാം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസത്തെ ജോലി നമ്മൾ പൂർത്തിയാക്കി രാത്രി കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സമാധാനം വേണം. നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലികളൊക്കെ തുടരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം, അല്ലേ? നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം, നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയണം. ലോകം തരുന്ന സമാധാനമല്ല, ആര് തരുന്ന സമാധാനം നമുക്ക് വേണം? ഈശോ തരുന്ന ഒരു പീസ്, ഒരു സമാധാനം നമുക്ക് വേണം. ആ സമാധാനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശക്തിയേറിയ അഭിഷേകം നിറഞ്ഞൊരു 3 വചനം നമ്മൾ ഇന്ന് രാത്രി ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. 2 വചനം ഞാൻ പറഞ്ഞുതരാം, മൂന്നാമത്തെ റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ കണ്ടുപിടിക്കണം, വായിക്കണം. മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഈ കുഞ്ഞു ശുശ്രൂഷ 5 മിനിറ്റൊക്കെ മാത്രമല്ലേ ഉള്ളൂ, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ കുറച്ചധികം വചനങ്ങളൊക്കെ വായിക്കുന്നു. ഒരു വർഷം തീരുമ്പോഴത്തേനും ഇഷ്ടം പോലെ വചനങ്ങൾ, മിനിമം 1000 വചനങ്ങളെങ്കിലും ഒക്കെ നമുക്ക് കാണാതെ പഠിക്കാനും വായിക്കാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാത്രി സ്പെഷ്യലായിട്ട് ഈ ഒരു നിയോഗം, സമാധാനം നിറയാൻ വേണ്ടി നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കുകയായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ, സൗഹൃദങ്ങളിൽ ഒരാൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നതായിരിക്കാം. അയാൾക്ക് വേണ്ടി ശുശ്രൂഷ കൂടുക, ആൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വചനം അവർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയാനുള്ള 3 ശക്തമായ വചനങ്ങൾ. ഒന്നാമത്തത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്, റെവലേഷൻ 21:4. വചനം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കണം. വെളിപാട് 21:4 എടുക്കാം കേട്ടോ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഇനി ദുഃഖമില്ല, മരണമില്ല, മുറവിളിയില്ല, വേദനയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലേക്ക് സമാധാനം നിറയാനുള്ള ആദ്യത്തെ മരുന്ന്, അത് സ്പിരിച്വൽ മരുന്ന്. ഇത് പഴയതെല്ലാം കടന്നുപോയി. എ ഡേ ഈസ് ഓവർ. ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഇന്ന് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റതായിരിക്കാം, രാവിലെ തുടങ്ങിയ അധ്വാനമായിരിക്കാം, പല കാര്യങ്ങൾ ചെയ്തു, പലരെ കണ്ടു, പല ടെൻഷനുകളുണ്ടായി, പല പ്രതിസന്ധികളെ നമ്മളിങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു. ചില സ്ഥലത്തൊക്കെ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പെടാപ്പാട് നിന്നുപോയ, ശ്വാസം മുട്ടി നിന്നുപോയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. ഇന്ന് ദുഃഖിച്ചു, ഇന്ന് മുറവിളി ഉണ്ടായി, ഇന്ന് മരിച്ചു പോകുന്ന വരെയുള്ള വേദനകളുണ്ടായി, ചത്ത് കളഞ്ഞേക്കാന്ന് വരെ ചിന്തിച്ച് കഴിഞ്ഞ ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടായി കാണും. പക്ഷേ ഒറ്റ കാര്യം മനസ്സിലേക്ക് ഓർക്കുക. വെളിപാട് 21:4 കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാണ്, പഴയതെല്ലാം കടന്നുപോയി. എന്ന് വെച്ചാൽ പഴയതെന്ന് വെച്ചാൽ ഇന്ന് ഈ ദിവസം നിന്നെ ടെൻഷൻ അടിപ്പിച്ചതും വേദനിപ്പിച്ചതും എല്ലാം കടന്നുപോയി. ഇന്ന് കിടന്നുറങ്ങ്, ശാന്തമാക്, സമാധാനം നിന്നിലേക്ക് നിറയണം. വെളിപാട് 21:4 വചനം മറന്നു പോരുത് കേട്ടോ. പഴയതെല്ലാം കടന്നുപോയി. ഇന്നൊരു ദിവസം നമ്മൾ പൂർത്തിയാക്കി. സ്ട്രഗിൾസ് ഉണ്ടായി, വേദനകളുണ്ടായി, ബട്ട് ഇറ്റ് ഈസ് ഓവർ. ഇന്ന് കരഞ്ഞു, ഇറ്റ്സ് ഓവർ. ഇന്ന് നിന്നെ കളിയാക്കി, ഇന്ന് നിനക്ക് ടെൻഷൻ തന്നു, ഇന്ന് നിന്നെ ശ്വാസം മുട്ടിച്ചു, ഇറ്റ്സ് ഓവർ. നാളെ പുത്തൻ ദിവസമാണ്. ഇന്ന് ശാന്തമാകണം, ദുഃഖം വേണ്ട, മുറവിളി വേണ്ട, വേദനകൾ വേണ്ട, എല്ലാം കഴിഞ്ഞു. ഈശോയിലേക്ക് ആശ്രയിക്കുക. രണ്ടാമതൊരു വചനം, സുന്ദരമായൊരു വചനമാണ്. ഈശോ തന്നെ പറഞ്ഞ ബ്യൂട്ടിഫുള്ളായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പവർ പാക്ട് സമാധാനം നിറയുന്നൊരു വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ജോൺ 16:20. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്നാണ്. 16-20 ഇങ്ങനെയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. യുവർ പെയിൻ, യുവർ സോറോ വിൽ ടേൺ ഔട്ട് ടു ബി ജോയ്ഫുൾ. കർത്താവിൻ്റെ കൂടെ നിന്ന, കർത്താവിൻ്റെ ദുഃഖം ഏറ്റെടുത്തോളൂ എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതാ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം കേട്ടോണ്ടിരിക്കുമ്പോൾ 100 മേനി ഫലം ചൊല്ലട്ടെ, നിൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഒന്ന് ബ്രേക്ക് ചെയ്ത്, ഒന്ന് പോസ് ചെയ്തിട്ട് വലതുകരം ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയാമോ, എൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും, എൻ്റെ ദുഃഖം ഈശോ സന്തോഷമാക്കി മാറ്റും. ഇന്ന് ഞാൻ ദുഃഖിച്ചു, കരഞ്ഞു, സങ്കടപ്പെട്ടു, നെടുവീർപ്പിട്ടു, എന്തൊക്കെ ടെൻഷൻസ് എനിക്കുണ്ടായി, ഇന്ന് ഞാൻ ദുഃഖത്തിന് കാരണമായതെല്ലാം എനിക്ക് നാളെ സന്തോഷമായിട്ട് മാറും. എൻ്റെ കർത്താവ് എനിക്കിതെല്ലാം സന്തോഷമാക്കി മാറ്റും. 2 വചനങ്ങൾ അഭിഷേകത്തോടുകൂടി വായിക്കുക. കുറച്ചുകൂടെ അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ മറ്റൊരു വചനം നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 60-ാം അധ്യായം 20-ാം വാക്യം. അതെന്നെ ചെയ്യേണ്ടതെന്നറിയോ? വചനം നിങ്ങൾ കണ്ടുപിടിക്കണം, വായിക്കണം. നല്ല ഉറക്കെ ഒരു 3 പ്രാവശ്യം വീട്ടിലിരുന്നോ ഹോസ്റ്റലിലിരുന്നോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ ഒന്ന് ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കുക, മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും മറന്നു പോകാതെ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങ് ഇടുക. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം. നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓർത്തോണ്ട് ഏശയ്യാ 60:20 വായിച്ച് പ്രാർത്ഥിച്ച് കമൻറ്റ് ഇടുക. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ടെൻഷൻ അടിച്ചത്, വിഷമിച്ചതൊക്കെ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഇന്ന് മാത്രമല്ല, കുറേ ദിവസമായിട്ട് അയാൾ വിഷമത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം. ആ ആളെ മനസ്സിൽ
ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ വചനം ഇടുക. 100 മേനി ഫലം നമ്മളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും നിറയട്ടെ. ഇപ്പം ഈ 3 വചനങ്ങൾ മറക്കരുത്. ഏശയ്യ 60:20, യോഹന്നാൻ 16:20, വെളിപാട് 21:4. ഈ 3 വചനങ്ങളും രാത്രി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് വായിക്കുന്ന സമയത്ത് തന്നെ സമാധാനം നിറയട്ടെ. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് വായിച്ച ഈ 3 വചനങ്ങളുടെ അഭിഷേകം, വെളിപാട് 21:4, യോഹന്നാൻ 16:20, ഏശയ്യ 60:20, ഈ 3 വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കളിലേക്ക് ഈ സമയം തന്നെ നിറയ്ക്കണമേ. ഈശോയുടെ അനുഗ്രഹം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാക്സിമം ആളുകളിലേക്ക്, ഒരു മിനിമം ഒരു 10 പേരിലേക്കെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.